മൂന്നാറിന്റെ കാഴ്ചകളിൽ സമ്പന്നമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്ക് എന്നുള്ളത്. മൂന്നാറിന്റെ വിനോദവും ചരിത്രവും സമന്വയിക്കുന്ന മൂന്നാർ മറ്റൊരു മുഖം. ഇരവികുളം നാഷണൽ പാർക്കിന്റെ കാഴ്ചകളിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്ക് വടക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഈ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വൈഡ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു ഫോട്ടോ പോയിന്റ് ആണ്. അപ്പോൾ വിസിറ്റേഴ്സിന് ഒന്ന് കയറി നിൽക്കാനും സംസാരിക്കാനും ഇതുപോലെ ഫോട്ടോഷൂട്ട് എടുക്കാനും ഒക്കെ അതിൻ്റെ ഉള്ള ഒരു സ്ഥലമാണ്. 1 കിലോമീറ്റർ യാത്ര ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇവിടെയാണ് അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് ഇതൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുകയും വ്യൂ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണന്തേവന്റെ ഫാക്ടറി ആയിട്ടുള്ളൊരു സ്ഥലം താഴെയുണ്ട്. അത് മിസ്റ്റ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കടലാർന്ന് പറഞ്ഞതാണ് വ്യൂ പോയിന്റ് ആണ്. കണ്ണന്തേവന്റെ അണ്ടറിലുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് ഒരു ഷോല വാക്കാണ്. ഇവിടെ ഒരു കുറിഞ്ഞി ഗാർഡൻ ഉണ്ട്. ഗസ്റ്റിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കി അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ചെന്ന് ഗാർഡൻ കണ്ട് അപ്പുറത്തേക്ക് കയറാനായിട്ട്. നമ്മളതിൻ്റെ ഒരു എൻഡിങ് പോയിന്റിലേക്ക് എടുക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ 1 കിലോമീറ്റർ പാർക്കിൽ കൂടി സഞ്ചരിച്ച് ഇവിടെ എത്തി. ഇതിനപ്പുറത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് കടത്തി വിടുകയാണ്. യാതൊരു കാരണവശാലും കടത്തി വിടുകയാണ്. അവിടെ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് രണ്ട് രീതിയിലേക്ക് വരാൻ പറ്റുമായിരുന്നു. ഈ പറഞ്ഞ മാതിരി നടക്കുന്നല്ലാതെ തന്നെ ഇലക്ട്രിക്കൽ കാറിലും വരായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇലക്ട്രിക്കൽ കാറിൽ പോകാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ ഈ 1 കിലോമീറ്ററിൽ ആക്ച്വലി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ട്രൈബൽസിന്റെ ഒരു സഹവാസ കേന്ദ്രം ആയതുകൊണ്ട് തന്നെ അല്ലേ ശരിക്കും അവർക്കാണ് കുറച്ചുകൂടി പ്രയോറിറ്റി ഉള്ളതും. ഇവിടെ ഏകദേശം ഒരു 60ഓളം സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവിടെ പല മേഖലകളായിട്ട് വർക്ക് ചെയ്യുന്നതെല്ലാം ഈ ട്രൈബൽസ് ആണ്. മുതുവാൻ എന്ന് പറയും അല്ലേ ആണ്. ശരിക്കും അത്തരത്തിലൊരാൾ കൂടെ നമ്മുടെ ഇപ്പോൾ ഈ സമയത്ത് ജോയിൻ ചെയ്യുന്നുണ്ടല്ലേ സാറേ? ഉണ്ട്. വിളിച്ചാലോ? ഇത് മഹേന്ദ്രൻ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ എടമക്കുടിയാണ്. ഇവിടെ EDC അംഗത്തിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഞാൻ വന്നിട്ട് ഒരു 8 വർഷമായി. പല മേഖലകളിലുണ്ട് ശരിക്കും. ഞങ്ങളൊക്കെ EDC കുടികളുണ്ട്. 3 കുടിൽ മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. അത്ര ഉണ്ട് EDC. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. ഫോറസ്റ്റിലാണ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ്. നിങ്ങളെ കുടിയിലെടുത്തിരിക്കുന്ന ഓരോ 3 കുടികളുണ്ട്. EDC കുടിയാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും എവിടെയാ വീട്? വീടൊക്കെ ഞങ്ങൾക്ക് എടമൽക്കുടിയാണ്. എടമൽക്കുടിയാണ് വരുന്നത് അല്ലേ? ഇവിടെ എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ 12 കിലോമീറ്റർ ആണുള്ളത്. ഈ ശരിക്കും ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവരെ ഡീൽ ചെയ്യാനൊക്കെ എങ്ങനെയാണ് ഇത്? അതൊക്കെ ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഞങ്ങളൊക്കെ ഇവിടെ ഡ്യൂട്ടി എടുക്കും. എന്നിട്ട് വരുന്ന ഗസ്റ്റിലൊക്കെ ഞങ്ങൾ പുറത്തു വിടാത്ത റോഡിൽ തന്നെ നിയന്ത്രിക്കും, പുറത്ത് ഇറക്കാത്ത. ഓക്കെ. അപ്പൊ അവർക്ക് എങ്ങനെയാ അവരിങ്ങനെ ഡീറ്റെയിൽസ് അവിടെ എന്താണ് വ്യൂ അങ്ങനെ ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കാറുണ്ട്. വരുന്ന ടൂറിസ്റ്റുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ ടൂറിസ്റ്റ് അവർ വരുമ്പോൾ ഇപ്പം അടുത്ത സ്ഥലങ്ങളൊക്കെ എവിടെ പോയി കാണിക്കാനോ എവിടെ പോയി കാണാനാണ് ചോദിക്കും. ഞങ്ങൾക്ക് മാട്ടുപ്പെട്ടി, ചെന്നാറ്, ലക്കം അങ്ങനെ പറഞ്ഞു കൊടുക്കും. ശരി. ഇവിടുത്തെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ഏതാണ്? ഈ പോയിന്റാണ് എൻ്റെ ഫൈനൽ പോയിന്റ് ആണ്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഫൈനൽ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തൽക്കാലം ഇവിടുത്തെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യാണല്ലേ. ഇനി നമ്മൾ ആ ഒരു ഇലക്ട്രിക് കാറിൽ തിരിച്ച് നമ്മൾ വന്നോടത്തേക്ക് തന്നെ പോവാണ്. ഇരവികുളം നാഷണൽ പാർക്കിൽ ഇത്രയും ഭംഗിയായിട്ടുള്ള നടത്തിപ്പിന് വലിയൊരു ക്രൂ തന്നെ ആവശ്യമുണ്ട്. ആക്ച്വലി EDC എന്ന് പറഞ്ഞിട്ട് 5 ഡിപ്പാർട്ട്മെന്റിലായിട്ട് 176ഓളം പേരുണ്ട്. EDC എന്ന് പറയുന്നത് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നുള്ളതാണ്. അപ്പോൾ 5 ഘട്ടങ്ങളായിട്ട് അവർ റെപ്രസെന്റ് ചെയ്തിട്ട് കുറച്ച് പേര് നമ്മുടെ ഒപ്പം വിശേഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. സോ നമസ്കാരം. യെസ്, ജോലിയുടെ ഇടയിലാണെന്ന് അറിയാം. എങ്കിൽ പോലും നിങ്ങളൊക്കെ കണ്ട് കുറച്ചൊന്ന് സംസാരിച്ച് വിശേഷങ്ങൾ അറിഞ്ഞ് പോകാൻ വിചാരിച്ചു. ഒരാൾക്ക് എല്ലാവരും പരിചയപ്പെടുത്താൻ പറ്റിയത്? അത് ഡ്രൈവർ EDC ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ദാസ് എന്നാണ്. ഓക്കെ. പിന്നെ ഇത് വാച്ചർ EDC ഒരാളാണ്. ഇത് വന്ന് ആദിവാസി ഗണേഷ് MEC എന്ന് പറഞ്ഞ വാച്ചർ, ഇത് ആദിവാസിപ്പെട്ടവരാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഇതും വാച്ചർ EDC ആണ്. പിന്നെ വേലായുധൻ എന്നാണ്. ഇദ്ദേഹവും വാച്ചർ EDC ആണ്. പിന്നെ ദിനേശ് എന്നാണ് പേര്. ഇത് ഞങ്ങളുടെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞാൽ വെണ്ടേഴ്സ് EDCയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പേര് കറുപ്പുസ്വാമി എന്നാണ്. എൻ്റെ പേര് സുധാ ജയകുമാറാണ്. ഞാൻ വെണ്ടേഴ്സ് EDC ആണ്. ഇത് സെല്ല മേരിയാണ്. ഇവളും പിന്നെ വെണ്ടേഴ്സ് EDC ആണ്. അവള് പത്മപ്രിയ വെണ്ടേഴ്സ് EDC ആണ്. പിന്നെ ഇത് ബിൻസി വാച്ചർ EDCയിലുള്ള. ഇത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പളനിസിലി. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട് ഒരുമിച്ച് ഫ്രെയിമിലല്ലേ? ഇതിൽ ആരെ കൂട്ടത്തിൽ സീനിയർ ആരാ? സീനിയർ ഞങ്ങൾ ആ പ്രസിഡന്റാണ് സീനിയർ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് പോട്ടെ. നമുക്ക് ഇനിയും കാണാം. ഓക്കെ. ഇന്ത്യയിലെ മികച്ച കാഴ്ചകൾ ഉൾപ്പെടുത്തുമ്പോൾ അതിലൊന്നായിട്ട് മൂന്നാറിലെ കാഴ്ചകൾ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തും അല്ലെ പല ഇടങ്ങളിലായിട്ട് ഇവിടേക്ക് എത്താറുണ്ട്. അത്തരത്തിൽ ഗുജറാത്തിൽ നിന്ന് കുറച്ച് പേരുണ്ട്. പക്ഷെ ഇത് ഗുജറാത്തല്ല, മലയാളികൾ തന്നെയാണ്. പക്ഷെ അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരാണ്. പക്ഷെ ഇവിടെ എത്തുന്നതിന് കുറച്ച് കാരണക്കാരും കൂടി ഉണ്ട് അല്ലെ? യെസ്. അപ്പോൾ ഹായ്, നമസ്കാരം. ഒരാളൊന്ന് പരിചയപ്പെടുത്തിയേ. ക്യാപ്പൊക്കെ വെച്ച ഒരാൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൈഡ് ഇന്ന് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു അല്ലേ? യെസ്. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ജോൺ അലക്സാണ്ടർ. ഞാനിപ്പോൾ വരുന്നത് ഞങ്ങൾ കോട്ടയത്തു നിന്നാണ്. പക്ഷെ ഞാനും ഗുജറാത്തിൽ നിന്നും വന്ന് കോട്ടയത്ത് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ മകനും കുടുംബവും ഉണ്ട്. മകന്റെ കുടുംബത്തിന്റെ വൈഫിന്റെ ഫാമിലീസ് ആണ് ഇവരെല്ലാവരും. ഇപ്പം അവരെല്ലാം ഇപ്പം അവധിക്ക് വന്നതാണ്. ദീപാവലി വെക്കേഷൻ ആണല്ലോ ഗുജറാത്തിൽ. അഹമ്മദാബാദിലാണ് ഇവർ താമസിക്കുന്നത്.
അപ്പോഴേ കുറേ നാൾ കൊണ്ടുള്ള ഒരു പ്ലാനാണ് ഇവിടെ മൂന്നാറിൽ വന്നിട്ട് മൂന്നാറിന്റെ ആ മനോഹാരിത ഒന്ന് ആസ്വദിക്കുക എന്നുള്ളത്. അതെ. ഈ ഒരു സംസാര ശൈലി കൊണ്ട് ഉള്ളൊരു കൗതുകത്തിൽ ചോദിക്കുകയാണ്, ശരിക്കും എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ഗുജറാത്തിൽ. അവിടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഒരു റിഫൈനറി ഉണ്ടായിരുന്നു. അവിടെ പബ്ലിക് റിലേഷൻസിൽ സീനിയർ GM ആയിരുന്നു. ഞാൻ അങ്ങനെ റിട്ടയർ ആയി വന്ന് ഇവിടെ സെറ്റിൽ ആയിരിക്കുന്ന ഒരു പബ്ലിക് റിലേഷൻ സീനിയർ മാനേജർ ആയിരുന്നു. അതിന്റെ ക്വാളിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശൈലി നല്ല അടിപൊളി, ശരിക്കും ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ ആക്കാനും പറ്റും. അപ്പൊ എന്തായാലും ഇത്ര ഹാപ്പി ആയിട്ട് നിന്ന് തന്നെ കുറച്ച് ഗിഫ്റ്റ് കോട്ടയത്തേക്കും ഗുജറാത്തേക്കും ഒക്കെ തരണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, എന്തായാലും മൂവിയൊക്കെ കാണുന്നുണ്ടല്ലോ, ഗുജറാത്തിലാണെങ്കിലും ഹിന്ദി മൂവീസിന്റെ ഒപ്പം മലയാളം മൂവീസും കാണുന്നുണ്ടായിരിക്കും അല്ലെ? ഒരു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ കാണിക്കും. ഈ പോസ്റ്റർ കാണുമ്പോൾ ഏത് ഫിലിമാണ് ഓർമ്മ വരുന്നെങ്കിൽ ഉത്തരം അറിയുന്ന ആളൊന്ന് കൈ ഉയർത്തിയാൽ മൈക്ക് നമ്മൾ പാസ് ചെയ്യാം. റെഡി? സോ ഇതാണ് നമ്മുടെ ഒരു ഇമേജ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഫോൺ കയ്യിൽ വാങ്ങിയിട്ട് നോക്കാം. വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയുടെ ഇതാണ്. എന്തെങ്കിലും ഗസ് ഉണ്ടോ? മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിലെ ഓടിയിട്ടുള്ള സിനിമ കൂടിയാണ്. അല്ല, ഒന്നും കൂടി ആ ഫോട്ടോ അങ്ങനെ ചിന്തിക്കാവോ? ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള സിനിമ ഏതാന്ന് പറയാം മലയാളത്തിലെ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ടോ? അല്ല, ആരാ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആരാ? സെൻട്രൽ ആണ്. ഇതേപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛന്റെ കഥ പറഞ്ഞിട്ടുള്ള സിനിമയാണ്. കുറച്ച് പഴയ സിനിമയാണ്. ഞാൻ സാധാരണ ഫിലിമായിട്ട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു ഇല്ല. ഇപ്പൊ ഇതില് ഇപ്പൊ അതിലെന്താ കാണുന്നുണ്ടാ? ഗേറ്റ് ആണ് അല്ലെ? ഇപ്പൊ നിൽക്കുന്നതില് 2 പേരും അല്ലെ? പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. പക്ഷെ ചില ഗേറ്റിലൊന്നും സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ വന്നാലോ? ഒന്നും കൂടി ഒന്ന് ഇമേജ് സൂം ചെയ്ത് നോക്കിയാൽ അതിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു സംഭവം കൂടെ കാണാൻ പറ്റും. കുറച്ച് പഴയ സിനിമ. ഇതിൽ നല്ല ക്ലൂ വേറെ തരാല്ല കേട്ടോ. ഇനി ക്ലൂ തന്നു ഉത്തരം. ഏതെങ്കിലും ഗേറ്റ് കടന്നിട്ട് സ്ത്രീകൾക്ക് വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അച്ഛൻ ഉണ്ടായിരുന്നോ? മുകേഷ് ഒക്കെ അഭിനയിച്ച നായക റോളിൽ വന്നിട്ടുള്ള സിനിമയാണ്. ഏതാ ഏതാ? അവിടെ മൈക്ക് കൊടുത്ത് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഗോഡ് ഫാദർ. ഗോഡ് ഫാദറിൽ ആരൊക്കെയുണ്ട്? അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇതുപോലെ അച്ഛൻ ഉണ്ടോ? ഒരു അച്ഛനുണ്ട്. വന്നു. യെസ്, റൈറ്റ് ആൻസർ. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് ചുമ്മാ വന്നങ്ങ് പോകാൻ പറ്റില്ല, ഗപ്പും കൊണ്ടേ പോകുന്നു പറഞ്ഞ പോലെ ഗിഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഉത്തരം പറഞ്ഞ ആൾക്കാർ അവിടെ കൈകൾ പൊന്തി തുടങ്ങി. സോ സൂര്യ കോമഡിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിക്കോളൂ. കടയിച്ചിരിക്കുന്ന മനുഷ്യനെയാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛൻ എന്ന് പറഞ്ഞ് അല്ലേ? ഉത്തരം വരാൻ പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങൾക്ക് സമ്മാനം വാങ്ങി തന്നു. യെസ്. സോ അടുത്ത ഗിഫ്റ്റ് വരാൻ പോവാണ്. കാശി പ്യൂർ ആൻഡ് നാച്ചുറൽ നെല്ലിക്കയും വയനാടൻ കാന്താരിമുളകും മറ്റ് പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയ സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. അതല്ല, ഇതല്ല, എനർജി ഡ്രിങ്ക് ആണ്. നോയസ്കോ ഉണ്ണിമായ നൽകുന്ന പാലട പായസം മിക്സ്. അപ്പൊ കേരളത്തിലെ പായസം ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ അത് പായസാക്കിയിട്ട് കഴിക്കാൻ പറ്റും അല്ലെ? ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ആൾക്കായതുകൊണ്ട് തന്നെ ഇവിടെ സ്വീറ്റ് ആയിട്ട് കേക്ക് എത്താൻ പോവാണ്. PR കേക്കിന്റെ വളരെ വ്യത്യസ്തമായ രുചികളോട് കൂടിയിട്ടുള്ള അറേബ്യൻ ഡിലൈറ്റ് വൈറ്റ് പ്ലം കേക്ക് ആണ്. അവിടെ ഒരാൾ പരാതി പറയണ്ട, അവർക്ക് പറ്റിയ സംഭവമുണ്ട്. യെസ്, തീർച്ചയായിട്ടും കുഞ്ഞ് മേനിക്കൊത്ത കുഞ്ഞുടുപ്പുകളുടെ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡാണ് മാക്കിറ്റോസ് നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ്. ഹാപ്പി ഹാപ്പി. അപ്പൊ ഓക്കെ, അപ്പൊ കാണാം. അപ്പൊ നമുക്ക് ഗുജറാത്തിൽ കാണാം. അപ്പൊ ഇനിയും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് തന്നെ പോകാൻ സാധിക്കട്ടെ. നമ്മളിപ്പോൾ ഇരുകുളത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമുക്കിവിടെ എപ്പോഴും പ്രവർത്തിക്കുന്ന, അതായത് നമ്മളുടെ വർക്കിംഗ് ടൈം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനമുണ്ട്, നിലവിലുണ്ട്. അവിടെ എപ്പോഴും ഒരു ഡ്യൂട്ടി നേഴ്സിനെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഇവിടെ വരുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അട്ട നമ്മളെ കടിക്കാറുണ്ട്, വരുന്ന ഗസ്റ്റിനെയും മറ്റുമൊക്കെ. അട്ട കടിച്ച് ഈ ബ്ലഡൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർക്ക് പേടിയാണ്. അതിന് പെട്ടെന്നൊന്ന് ഇത് ചെയ്യാൻ, പിന്നെ എന്തെങ്കിലും തലകറക്ക്, പ്രഷർ, വേരിയേഷനുകൾ, എങ്ങനെയൊക്കെയുള്ള പ്രാഥമിക ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ നൽകും. വേറെ എങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടതുണ്ട്, അത് ചെയ്യാനുള്ള സംവിധാനം നമുക്കിവിടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒരു മുക്കും മൂലയും പോലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായതിന് ഞങ്ങൾക്ക് ഒരു താങ്ക്സ് പറയണമെന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. മൂന്നാറിലെ വിശേഷങ്ങൾ പക്ഷേ ഇവിടെ തീരുന്നില്ല. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് അതിന് നമുക്ക് ഈ പകൽ വെളിച്ചം കുറച്ചൊന്നും വാങ്ങണം. ആൻഡ് ഇനി നമ്മൾ പോകുന്ന ഒരു ഈവനിങ് സ്പോട്ടിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നു.
ഹേ ഹലോ വെൽക്കം ബാക്ക് ടു തെക്കുവടക്ക്. ആൻഡ് മൂന്നാർ എന്നുള്ളത് കേരളത്തിന് പ്രകൃതി നൽകിയ ഒരു പൂന്തോട്ടമാണ് നമുക്കറിയാം അല്ലേ. അത്തരത്തിൽ കാഴ്ചകളുടെ വസന്തം ഒരുക്കുന്ന കുറേ അധികം പൂക്കളും പൂന്തോട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സ്പോട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എവിടെയാ? ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ മൂന്നാർ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ DTPCയുടെ കീഴിലാണ് ഈ വരുന്ന ഗാർഡൻ വരുന്നത്. സാധാരണ ഈ പൂക്കൾ കാണാൻ നമ്മൾ പകൽ വെളിച്ചത്തിലാണ് വരിക. പക്ഷേ ഈ വരവിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം വാഗമണിൽ പോയപ്പോൾ തന്നെ അവിടെ ലേസർ ഷോയും ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കിത് നൈറ്റ് ഷോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഇവിടെയുണ്ട് മ്യൂസിക്കൽ ഫൗണ്ടൻ. അപ്പോൾ ലേസർ ഷോ മാത്രമല്ല, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു നൈറ്റ് ഒരു വിഷ്വൽസിന് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. ഒരു ഗാർഡൻ രാത്രി 9 മണി വരെയാണ്, രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെ. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഈവനിങ്ങിൽ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. സോ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ആൻഡ് ഇന്നത്തെ നമ്മുടെ വരവിന്റെ ഉദ്ദേശം മെയിൻലി അത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇവിടെയുള്ള 132 സ്പീഷീസ് ചെടികളും അതിന്റെ 1000ഓളം വെറൈറ്റികളും നമ്മൾ കാണാൻ പോവാണ്. ആ വെറൈറ്റികൾ തന്നെ ഏകദേശം 1 ലക്ഷത്തിലധികം ചെടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വിശേഷങ്ങളൊക്കെ ബാക്കി കണ്ട് തന്നെ നമുക്ക് അറിയാം. പോയാലോ? യെസ്, അങ്ങനെ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറിയിരിക്കുകയാണ്. അഡൽട്ടിന് 100 റുപ്പിയാണ് ആൻഡ് ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ 50. അത് 5 to 10 ഇയേഴ്സ് വരെയുള്ളവർക്ക്. പക്ഷേ ഇതിൽ ഏറ്റവും ഇതിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും വരുന്നത് വിസിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയാണ്. പ്രത്യേകിച്ച് വെഡ്ഡിങ് ആൽബം പോസ്റ്റ് അതുപോലെ തന്നെ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് റേറ്റ് വെച്ചിട്ടുണ്ട്. 1000 ആണ്. അതുപോലെ തന്നെ ഈ ഷൂട്ട് ചെയ്യാനൊക്കെ വരുന്നതിനൊക്കെ 10K ആണ്. അപ്പോൾ അതനുസരിച്ച് ബഡ്ജറ്റ് കയറി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ കുറേ പേര് അതിൻ്റെ ഒരു മ്യൂസിക് ഫൗണ്ടൻ കാണാനുള്ള സമയമായി തുടങ്ങിയതുകൊണ്ട് 7 മണിക്കാണ് നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരെ കുറച്ച് റഷ് തുടങ്ങിയിട്ടുണ്ട്. ആ 7 മണിക്ക് കറക്റ്റ് അവിടെ സ്പോട്ടിൽ എത്തണമല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫൗണ്ടെയിനിൽ നമ്മൾ നിങ്ങളെയും കൂട്ടിയാണ് പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് മെല്ലെ പൂക്കളൊക്കെ രാത്രി വെളിച്ചത്തിന്റെ ഇതിൽ നമുക്ക് കണ്ടങ്ങനെ പോവാം. അധികം കാഴ്ചകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ഒറ്റ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് തോന്നിപ്പോവും അല്ലെ. സോ അത്തരത്തിൽ ഇവിടുത്തെ ഒരു വാച്ച് ടവറിലോട്ടാണ് നമ്മുടെ ഈ ഒരു നടപ്പാത അല്ലെ, പാതയിലൂടെ നമ്മൾ പോയി എത്തുക. ഈ വാച്ച് ടവറിന് ഒരു പ്രത്യേകതയുണ്ട്. രാവിലെ ആണെങ്കിൽ ഫുൾ ഫ്ലവേഴ്സ് നിറഞ്ഞിരിക്കുന്നത് കാണാം, രാത്രി ആണെങ്കിൽ ഫുൾ ലൈറ്റ് നിറഞ്ഞിരിക്കുന്നത് കാണാം. സോ എപ്പോ വന്നാലും നിങ്ങൾക്ക് വാച്ച് ടവറിൽ കയറാം. അതെ, രണ്ടും രണ്ട് രീതിയിലേക്കുള്ള ഒരു വ്യൂ ആണ് എന്നുള്ളതാണ്. സോ ഇന്ന് എന്തായാലും നമ്മൾ ലൈറ്റ് വ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പം എന്തായാലും നോക്കി നോക്കാം. കാരണം പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും ഈ പകൽ വെളിച്ചത്തിൽ കണ്ട് അല്ലേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റാറില്ല. അപ്പോൾ മൂന്നാറ് രാത്രിയും കാണാനുണ്ട് ചിലതൊക്കെ എന്നതിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ രാത്രി കാഴ്ചകളിലൂടെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പൂന്തോട്ട കാഴ്ചകൾ എപ്പോഴും പകലാണ് എടുക്കുക. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ വാട്ടർ ഷോ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും വിഷ്ലിക്കിടലാണ്. എപ്പോഴും നമ്മൾ പകൽ കാഴ്ചകൾ കാണുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഗാർഡൻ വ്യൂ കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിരിക്കും. ആൻഡ് ഒന്നും കൂടെ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 7 മണിക്കുള്ള വാട്ടർ ഫൗണ്ടെയിൻ. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവിടെ വരുമ്പോൾ ശരിക്കും പകലോടെ വരാം. പ്രത്യേകിച്ച് വേനൽക്കാലത്താണ് ഇവിടുത്തെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുക. നമുക്കറിയാം, അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടുത്തെ മൂന്നാർ, ഊട്ടി, കൊടയിലൊക്കെ മാത്രം വരുന്ന ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള സീഡിയ പോലെയുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലധികം 1,00,000-ലധികം ചെടികളുണ്ടെന്നാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ അതിൻ്റെ ഒപ്പം പകൽ കാഴ്ചകൾക്കൊപ്പം ഒരു ഈവനിങ് വന്ന പകൽ കാഴ്ചയൊപ്പം നൈറ്റ് ഷോ കൂടി കാണാൻ പറ്റും. നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സ്റ്റേജ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ കുറെ പേര് അവിടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട്. സോ മൊത്തത്തിൽ ഒരു ഗാർഡൻ മാത്രമല്ല, ഫുൾ ഒരു ഈവനിങ് മൊത്തം എൻജോയ് ചെയ്ത് ഈ വാട്ടർ ഫൗണ്ടെയിനും കണ്ട് ഒരു പുതിയ എക്സ്പീരിയൻസോട് കൂടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അടുത്ത വിശേഷ കാഴ്ചകളായിട്ട് കാണാം. അപ്പം നമ്മൾ മെല്ലെ പോയിട്ട് അല്ലെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ലൈസ് ഷോ ഇങ്ങനെയുണ്ട് നമ്മൾ നോക്കട്ടെ. അപ്പോൾ അതുവരയ്ക്കും ക്രിസ് ലോറൻസ് ലോറൻ സൈനിങ് ഓഫ്. ബൈ.